പുതിയ വർഷം, പുതിയ സീസൺ, പുതിയ ഫോറിൻ താരങ്ങള്, പുതിയൊരു കേരള ബ്ലാസ്റ്റേഴ്സ്. ആഹാ, അന്തസ് കേൾക്കാനൊക്കെ നല്ല സുഖമുണ്ടല്ലേ? പക്ഷെ നമ്മളെല്ലാരും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ച ആ കാര്യമില്ലേ, കളി കാണാതെ ഹൈപ്പ് കേറ്റരുതെന്നുള്ള ആ കാര്യം, അത് ഞാനിവിടെ പൊതുജന താല്പര്യാർത്ഥം അടിവരയിട്ട് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നല്ല നാളേക്കായിട്ട് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 10-12 വർഷമായി, എന്നിട്ടും മനസ്സ് തളരാൻ അനുവദിക്കുന്നില്ല. അതാണ് ഈ ക്ലബ്ബ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിരുന്നു, എത്രത്തോളം വെറുപ്പിച്ചാലും അവസാനം സീസൺ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ക്ലബിന്റെ കൂടെ ഉണ്ടാവും. ആൻഡ് അത് ആക്ച്വലി ഭയങ്കര ആക്യുറേറ്റ് ആണ്. എത്ര ഓർമ്മകൾ, എത്ര ദുസ്വപ്നങ്ങൾ, എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. പുതിയൊരു ദിശയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഹീറോസ് അനിവാര്യമാണ്. അതാരായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ക്ലബ്ബ് തന്നെ മുമ്പോട്ട് വെച്ച ആദ്യത്തെ പേരാണ് നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ ഫോറിൻ സൈനിങ്, മാർലൺ റൂസ് ട്രൂയിലോ. എപ്പോഴത്തെയും പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പുതിയ ഫോറിൻ സൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത 5 ഫാക്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്ന 5-ാമത്തെ 4-ാമത്തെ പോയിന്റ് പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ 3ഉം 2ഉം ഒന്നും അധികം ആർക്കും അറിയില്ലായിരിക്കും. അപ്പൊ നമുക്ക് നോക്കിക്കളയാം. 5-ാമത്തെ ഫാക്ട്, കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന ആദ്യത്തെ ജർമ്മൻ താരമാണ് മാർലൺ റൂസ് ട്രൂയിലോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, 40 നാഷണാലിറ്റികളിലായിട്ട് 81 ഫോറിൻ താരങ്ങളാണ് ഇതിനു മുമ്പ് വരെ നമ്മുടെ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. ആ ലിസ്റ്റിലേക്ക് ഇനി ഒരു നാഷണാലിറ്റിയും കൂടെ ഇപ്പൊ ആഡ് ചെയ്യാം. ISL-ന്റെ ചരിത്രം നോക്കിയാലും ഇവിടെ അങ്ങനെ ഒരുപാട് ജർമ്മൻ പ്ലേയേഴ്സ് കളിച്ചിട്ടില്ല. പക്ഷെ കളിച്ച ജർമ്മൻ പ്ലേയേഴ്സ് ഇങ്ങോട്ട് വന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ഉണ്ട്. ഓൺ ആവറേജ് 3 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യൻ ഫുട്ബോളിൽ, അതായത് ISL-ൽ ഒരു ജർമ്മൻ താരം എത്തുന്നത്. 2014 മാനുവൽ ഫ്രീഡ്രിച്ച് മുംബൈ സിറ്റിയിൽ കളിച്ചു. 2017 ഡമീർ ഗിർജിച്ച് അറ്റ് പൂനെ സിറ്റി. പിന്നീട് 2020 മറ്റി സ്റ്റൈൻമൻ ഈസ്റ്റ് ബംഗാളിന് കളിച്ചു. പിന്നെ 2022 ജൂലിയസ് ഡൂക്കർ ചെന്നൈയിൻ FC-ൽ കളിച്ചെങ്കിലും ഓൺ ആവറേജ് നോക്കുകയാണെങ്കിൽ ഈ സൈനിങ്ങുകളെല്ലാം ഏകദേശം 3 വർഷത്തിന്റെ ഇടവേളയിലാണ് ISL-ലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഒരു ജർമ്മൻ താരവും അവരുടെ ടീമിനെ ISL-ന്റെ പ്ലേ ഓഫിൽ എത്തിച്ചിട്ടില്ല. പക്ഷെ അവരെല്ലാം തന്നെ പല മൊമെന്റ്സിലായിട്ട് അവരുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി പുറത്തെടുത്തിട്ടുണ്ട്. മാർലൺ ഇത് രണ്ടും ചെയ്യാനായാൽ നമ്മൾ രക്ഷപ്പെട്ടു. മാർലൺ എന്ന പ്ലെയറിനെ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഏജ് തന്നെയാണ്. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം നിലവിലെ ISL-ലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫോറിൻ പ്ലെയർ ആണെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ISL ചരിത്രത്തിൽ ഇതിലും പ്രായം കുറഞ്ഞ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ കേരള ബ്ലാസ്റ്റേഴ്സിലും ആക്ച്വലി അങ്ങനെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അതെ, മാർലൺ നമ്മുടെ ക്ലബിന് വേണ്ടി കളിക്കുന്ന സെക്കൻഡ് യങ്ങസ്റ്റ് ഫോറിനർ മാത്രമാണ്. ഇപ്പോഴും ആ 1-ാം സ്ഥാനം മാർക്ക് സിഫ്നിയോസിന് സ്വന്തം. 2017 നമ്മുടെ ക്ലബിലേക്ക് വന്ന നെതർലൻഡ്സുകാരനായ സിഫ്നിയോസിന് അന്ന് പ്രായം വെറും 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 2017-18 സീസണിലെ നമ്മുടെ ടീമിന്റെ ലീഗിലെ ആദ്യത്തെ ഗോൾ അടിച്ചതും സിഫ്നിയോസ് ആണ്. പക്ഷെ ആ സീസൺ പൂർത്തിയാക്കാതെ 11 മത്സരങ്ങളിൽ 4 ഗോളുകളുമായിട്ട് ഈ ക്ലബ്ബ് വിട്ടു. ISL-ന്റെ ഹിസ്റ്ററിയിലും വേറെ ഒരുപാട് പ്രായം കുറഞ്ഞ ഫോറിനേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഡൽഹി ഡൈനാമോസിന് കളിച്ച ഡച്ച് സെന്റർ ബാക്ക് ആയ സ്റ്റൈൻ ഹ്യൂബൻ ആണ് 19 വർഷവും 210 ദിവസവും പ്രായമുള്ളപ്പോൾ ISL-ൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഫോറിൻ ഡെബ്യൂട്ടന്റ് ആയിട്ട് കളിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർലൺ ജർമ്മനിയിലെ മൈൻസിന്റെ അക്കാഡമിയുടെ പ്രോഡക്റ്റ് ആണ്. അതല്ല 3-ാമത്തെ പോയിന്റ്. പക്ഷെ 3-ാമത്തെ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് മൈൻസിന്റെ അക്കാഡമിയെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജർമ്മനിയിൽ യൂത്ത് ഡെവലപ്മെന്റിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരു അക്കാഡമിയാണ് മൈൻസിന്റെ. യർഗൻ ക്ലോപ്പും തോമസ് ടൂഷലും ഒക്കെ അവരുടെ ഇൻക്രെഡിബിൾ കോച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഈ ക്ലബിലായിരുന്നു. മൈൻസിനെ പോലുള്ള അക്കാഡമികൾ ഫോക്കസ് ചെയ്യുന്നത് ഹൈ പ്രസിംഗ്, ഹൈ ഇന്റൻസിറ്റി ഫുട്ബോളിനായിട്ട് ടാക്ടിക്കലി ഫ്ലെക്സിബിളും മെന്റലി റെസിലിയന്റും ആയിട്ടുള്ള ഫുട്ബോളേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെ അണ്ടർ 9 ടീം തൊട്ട് സീനിയർ ടീം വരെ ഒരേ സിസ്റ്റം ആണ് കളിക്കുന്നത്. നമുക്കറിയാം, മാർലൺ തന്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം എൻജോയ് ചെയ്തത് മൈൻസിന്റെ ടീമിൽ കളിക്കുമ്പോഴാണ്. ഇതങ്ങനെ ഒരുപാട് വർഷം മുമ്പ് നടന്ന കാര്യമൊന്നുമല്ല. ഏകദേശം 5-6 വർഷം മുമ്പ് പോയാൽ ഈ പെർഫോമൻസുകൾ നമുക്ക് കാണാം. അങ്ങനെ ഒരു അക്കാഡമിയുടെ പ്രോഡക്റ്റ് ആയ ഈ പ്ലെയറിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് ഹൈ ഇന്റൻസിറ്റിയും എനർജിയും പ്രതീക്ഷിക്കാം. പിന്നെ ജർമ്മനിയിലെ അക്കാഡമി പ്ലെയേഴ്സ് സ്പെയിനിലെയും ഇംഗ്ലണ്ടിലെയും ബ്രസീലിലെയൊക്കെ പോലെ 15-16 വയസ്സിൽ ഇൻഡിവിജ്വൽ ടാലന്റ് കൊണ്ട് മാത്രം ബ്രേക്ക്ഔട്ട് സീസണുകൾ എൻജോയ് ചെയ്യുന്ന പ്ലെയേഴ്സ് അല്ല. അവർ കുറച്ചും കൂടെ ടീം ഫസ്റ്റ്, സിസ്റ്റം ഓറിയന്റഡ് പ്ലെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൽ മാർലൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഷൈൻ ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്.
ഇനി അൺനോൺ ഫാക്ടിലേക്ക് വരാം. മാർലനെ പോലെ തന്നെ മൈൻസിന്റെ അക്കാഡമി ഗ്രാജുവേറ്റ്സ് ആയ 2 പേര് ഇതിനു മുമ്പ് ISL കളിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാനുവൽ ഫ്രീഡ്രിച്ചും ചെന്നൈയിൽ ഉണ്ടായിരുന്ന ക്രൊയേഷ്യൻ സ്ട്രൈക്കറായ പെറ്റാർ സ്ലിസ്കോവിച്ചും. നമ്മുടെ മാർലോൺ റൂസ് ട്രൂയിലോയ്ക്ക് ഒരു പ്രീമിയർ ലീഗ് ക്ലബിനായി കളിക്കാനുള്ള അവസരം ഒരുപക്ഷെ ഒരു നിയമം കൊണ്ട് മാത്രമാണ് മിസ്സായത്. 2020 മൈൻസിന്റെ ടീമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിക്കാനിരിക്കെ പ്രീമിയർ ലീഗില് ന്യൂനോ എസ്പിരിറ്റോ സാന്റോയുടെ നേതൃത്വത്തിലുള്ള വൂൾസ് മാർലോനെ സ്വന്തമാക്കാൻ രംഗത്തെത്തി. ആ സമയത്താണ് ആക്ച്വലി ബ്രെക്സിറ്റ് സംഭവിക്കുന്നത്. അതോടുകൂടി വർക്ക് പെർമിറ്റിനായിട്ട് മറ്റേ ആ പോയിന്റ്സ് ബേസ്ഡ് സിസ്റ്റം വന്നു. അങ്ങനെ ആ സമയത്ത് വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള മാർലന് ആ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യാനായില്ല. വൂൾസ് ആക്ച്വലി അപ്പൊ മാർലനെ സൈൻ ചെയ്ത് പിന്നീട് ലോണിന് വിട്ട് 18 വയസ്സ് തികയുമ്പോൾ വീണ്ടും വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് ക്ലബിലേക്ക് കൊണ്ടുവന്നാലോ എന്നുള്ള ആലോചനകൾ നടത്തി എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. മാർലൻ പിന്നീട് മൈൻസുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അവരുടെ അണ്ടർ 19 ടീമിനും റിസർവ് ടീമിനും കളിച്ചു. എന്നിട്ട് 2023 ക്രൊയേഷ്യൻ സെക്കൻഡ് ഡിവിഷൻ ടീമായ NK വൂക്കവാറിൽ എത്തുന്നത്. അവിടെ സീനിയർ ലെവലിൽ ഒരു ട്രോഫി അടിച്ചതിന് ശേഷം കഴിഞ്ഞ ഓഗസ്റ്റിൽ ആ ക്ലബ്ബ് വിട്ട മാർലൻ അതിനുശേഷം ഫ്രീ ഏജന്റ് ആയിരുന്നു. എന്നിട്ട് ഇതേ ഇപ്പോ ബ്ലാസ്റ്റേഴ്സിലും എത്തി. ഇനിയാണ് നമ്പർ 1 ഫാക്ട്. മാർലൻ ജർമ്മനിയുടെ അണ്ടർ 16 അണ്ടർ 17 ടീമുകൾക്ക് വേണ്ടി കളിച്ച ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നു. ആ ടൈമിൽ മാർലന്റെ കൂടെ കളിച്ച 2 പ്ലെയേഴ്സ് ഇന്ന് ജർമ്മൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളാണ്. തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ജമാൽ മൂസിയാലയും അതുപോലെ തന്നെ ലെവർക്യൂസനിൽ ഷൈൻ ചെയ്ത് ലിവർപൂളിലെത്തിയ ഫ്ലോറിയൻ വെർട്സും. 2018 ബെൽജിയം അണ്ടർ 16 ടീമായിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ചിലാണ് മാർലനും മൂസിയാലയും ഒരുമിച്ച് കളിച്ചത്. ആ മത്സരം സ്റ്റാർട്ട് ചെയ്ത മാർലൻ മുസിയാല സബ് ആയിട്ട് ഇറങ്ങി ഏകദേശം 6 മിനിറ്റുകൾക്ക് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. ആ മത്സരം ജർമ്മനി 4-1 തോറ്റത്. 2019 ഫ്രാൻസിനെതിരെ ജർമ്മനി 3-0 ജയിച്ചപ്പോഴാണ് മാർലനും വെർട്സും ഒരുമിച്ച് കളിച്ചത്. ആ മത്സരത്തിൽ ഏകദേശം 59 മിനിറ്റ് കളിച്ച വെർട്സ് ഒരു അസിസ്റ്റ് നേടി. പക്ഷെ മാർലൻ 41 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതാണ് ഗൈസ് മാർലോൺ റൂസ് ട്രൂയിലോനെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത 5 കാര്യങ്ങൾ. ഇനി ഈ പ്ലെയറിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ എന്തായാലും ഡിസ്കസ് ചെയ്യാം. ഓബ്വിയസ്ലി എനിക്ക് പ്രതീക്ഷകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത്രയും നല്ലൊരു അക്കാഡമിയിൽ കളിച്ച ഒരു പ്ലെയർ ഇത്രയും യങ് ഏജിൽ ഇങ്ങോട്ട് വരുന്നു. ഇന്ത്യയിലെ ഫുട്ബോളിന്റെ ലെവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫിറ്റ് ആണ്, റെഗുലർ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ക്ലൈമറ്റിനോടൊക്കെ അഡാപ്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഷൈൻ ചെയ്യാനുള്ള ടെക്നിക്കൽ ക്വാളിറ്റിയും ടാക്ടിക്കൽ നോളജും ഈ പ്ലെയറിന് ഉണ്ട്. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സും ഇന്ത്യൻ ഫുട്ബോളും ഒരു ഡിഫറെന്റ് പ്രോപ്പസിഷൻ ആണ് ഈ പ്ലെയറിന്. കാരണം 22 വയസ്സിൽ മെജോറിറ്റി മത്സരങ്ങൾ യൂത്ത് ലെവലിൽ കളിച്ചിട്ടുള്ള ക്രൊയേഷ്യൻ സെക്കൻഡ് ഇയറിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറിന് ഫാൻസിന്റെ എക്സ്പെക്ടേഷൻ എന്താണെന്നും ഇവിടെ നമ്മൾ ഏത് അവസ്ഥയിലാണെന്നൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ഇവിടെ വരുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്ത്യ എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ ഫാൻസ് വെൽക്കം ചെയ്യാൻ വരുന്നു, ആദ്യ മത്സരത്തിൽ ഗാലറിയിൽ ഫാൻസ്. പക്ഷെ 1-2 പെർഫോമൻസുകൾ ഡൗൺ ആവുകയാണെങ്കിൽ ദ പ്രഷർ വിൽ ഗെറ്റ് യു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും യങ് ആയിട്ടുള്ള ഒരു പ്ലെയർ, ഇത്രയും വോളറ്റൈൽ ആയിട്ടുള്ള ക്രേസി ഫാൻസ് ഉള്ള ഒരു ക്ലബിലേക്ക് വരുമ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ നല്ല രീതിയിൽ അവസാനിക്കാം, മോശം രീതിയിൽ അവസാനിക്കാം. എന്തായാലും എല്ലാവരും ശാന്തരായിട്ടിരിക്കുക. കളി തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഈ പ്ലെയർ കത്തുവോ ഇല്ലയോ എന്ന്. അതിനു മുമ്പായിട്ട് മനക്കോട്ടകൾ കെട്ടാണ്ടിരിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.